ഇന്റർവ്യൂ ആണോ, എന്താ ഞാൻ പറയണ്ടേ, എന്താ ഞാൻ ചെയ്യേണ്ടത്, ഫോർമുല കൊടുത്തിട്ടൊക്കെയാണ് നമ്മളിവിടെ ഓരോ കാര്യങ്ങൾ. എന്ന് വെച്ചാൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഹൗ ടു ഹാൻഡിൽ യുവർ സെൽഫ് ഇൻട്രൊഡക്ഷൻ. അതായത് നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്നത്. ടെൻഷൻ നല്ലതാ, ഇറ്റ്സ് എ ഗുഡ് ടെൻഷൻ. നല്ലതാന്ന് പറഞ്ഞ ടെൻഷൻ നല്ലതാണ്. നല്ലതാണ്, ഇറ്റ്സ് ഗുഡ്, ഷോസ് ദാറ്റ് യു ആർ റൈറ്റ് എന്നൊക്കെ നമ്മളോട് പറഞ്ഞു തന്നായിരുന്നു. ശരിക്കും ഒരാൾക്ക് എത്ര CV വേണം? ഞാൻ പണ്ടും ആലോചിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഒറ്റ CV വെച്ചിട്ട് ഇപ്പൊ 10 കമ്പനികളാണെങ്കിൽ ഒറ്റ CV വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നൊരു സാധനം CV-യിൽ എഴുതിയിരിക്കണമൊക്കെ എന്നെ കുറിച്ചുള്ള സത്യങ്ങളാണ്. വേണമെങ്കിൽ എനിക്ക് ഈ പോഡ്കാസ്റ്റ് ഈ ഒരു ആക്സന്റ് വെച്ച് സംസാരിക്കാം. കുട്ടികളെ ശരിക്കും പഠിപ്പിക്കാൻ എളുപ്പം എന്താ? ശരിക്കും ഇങ്ങനെ ഒരു നമ്മൾ നോർമലി നമ്മുടെ സ്ട്രക്ചർ എന്താ വെച്ചാൽ ഒരു സാറ് വരും, ക്ലാസ് എടുക്കും, പഠിപ്പിക്കും, പോവും, പിള്ളേരിരുന്ന് പിന്നെ പഠിക്കും, ഇതാണല്ലോ. അതെങ്ങനെയാ ബ്രേക്ക് ആവണേ ഇവിടെ? എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ഒട്ടുമില്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ ചഞ്ചൽ പറഞ്ഞ സ്റ്റൈല് ഓഫ് ഫാക്കൽറ്റി കമ്മിങ് ഇൻ, പഠിപ്പിക്കുന്നു, പോകുന്നു. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു സിസ്റ്റമേ ഇല്ല. എങ്ങനെ കുട്ടികളെ അൺകംഫർട്ടബിൾ ആക്കുക എന്നുള്ളതാണ് തോട്ട്. അൺകംഫർട്ടബിൾ ആക്കുക എന്ന് പറഞ്ഞാൽ അവരെ എന്താ പറയുന്നത്, ഒരു തരത്തിലും അവരിതാക്കുക എന്നുള്ളതല്ല. ഭയങ്കരമായിട്ട് തെറ്റിദ്ധാരണ വരും. അയ്യോ, അങ്ങനെയല്ല. അൺകംഫർട്ടബിലിറ്റി എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, നമുക്ക് എല്ലാവർക്കും ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലേ? ഉണ്ട്. ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ പറയണമെങ്കിൽ, ഈ പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു. എന്താ ഇവിടെ നടക്കുന്നത്, ലൈറ്റ്സ്, ക്യാമറ, മൈക്ക്, നോട്ട് മൈ യൂഷ്വൽ കപ്പ് ഓഫ് ടീ. ഓക്കെ, എൻ്റെ യൂഷ്വൽ സ്റ്റൈൽ അല്ല ഇത്. എൻ്റെ യൂഷ്വൽ സ്റ്റൈൽ ഇസ് ടോക്കിംഗ് ടു പീപ്പിൾ ഡയറക്ട്ലി വിത്തൗട്ട് എനി ഓഫ് ദീസ് തിങ്സ്. ഫ്രീലി സംസാരിക്കുക ആൻഡ് ഗെറ്റ് ടു നോ ദെയർ തോട്ട്സ്. അതാണ് എൻ്റെ യൂഷ്വൽ സ്റ്റൈൽ. ദിസ് ഇസ് സംതിങ് ദാറ്റ് വാസ് അൺകംഫർട്ടബിൾ ടു മീ ആൻഡ് ദാറ്റ് വാസ് എൻ്റെ കംഫർട്ട് സോണിൽ ഞാൻ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിൽ വന്നിരിക്കുകയാണ്. ഫോർ മൈ ബെറ്റർമെന്റ് അല്ലേ? ഇത് കഴിയുമ്പോഴത്തേക്കും എനിക്കറിയാം, ഓക്കെ, ഇത് കഴിയുമ്പോഴത്തേന് ഒരു 4 പോഡ്കാസ്റ്റ് ശുഭമായിട്ട് വരും. ഓക്കെ, കോൺടാക്ട് ചാൻസ് ഫോർ മോർ ഡീറ്റെയിൽസ്. ഓക്കെ, എനിവേ, ബട്ട് ആ അൺകംഫർട്ടബിലിറ്റി അല്ലെ, ആ ഒരു കംഫർട്ട് സോൺ നമ്മളുടെ സ്റ്റുഡൻസ് നമുക്കത് എത്രത്തോളം ബ്രേക്ക് ചെയ്യാൻ പറ്റും? കാരണം ചെറുപ്പം തൊട്ട് ഇതൊക്കെ ഒരു ഭാഷ പഠിച്ചു വരുന്ന ആളാണ്, അല്ലെങ്കിൽ ഭാഷ അറിയുന്ന ആൾക്കാരാണ്. നമുക്ക് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇംഗ്ലീഷ് അറിയാത്ത കുട്ടികൾ ഭയങ്കര കുറവായിരിക്കും. അല്ലെങ്കിൽ ഇംഗ്ലീഷ് വോട്ടെവർ. ഇപ്പം തമിഴ് അറിയുന്ന പിള്ളേർ, നന്നായിട്ട് സിനിമ കാണുന്ന പിള്ളേരെല്ലാവരും തമിഴ് അറിയാം. ഇപ്പം കണക്ഷൻസ് അവർക്ക് ഒരുപാടുണ്ട്. ഹിന്ദി അറിയുന്നുണ്ടാകാം, വേറെ പല ഭാഷകളും അറിയുന്ന ആൾക്കാരായിരിക്കും. അവർ പഠിച്ചിട്ട് വന്നത് ഒരു കാര്യവും, ഇനി നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ടത് ഇന്നൊരു കാര്യമാണ് എന്ന് മാറ്റി അവരെ പറഞ്ഞു പഠിപ്പിക്കുക എന്ന് പറഞ്ഞത് ഒരു ടാസ്ക് അല്ലേ? അവരുടെ ഒരു സോൺ വിട്ട് പോവോ? നമ്മൾ പഠിപ്പിക്കുന്നില്ല. ഇല്ല, വി ആർ നോട്ട് സ്കിൽ വേസ്റ്റഡ് മെയിൻ ഒരു ഇതാണ്, സ്റ്റോപ്പ് സ്റ്റഡിങ്. വി ആർ നോട്ട് ടീച്ചിങ് യു എനിത്തിങ്. വാട്ട് വി ആർ ഡൂയിങ് ഈസ് വി ആർ ഗിവിങ് യു പ്രാക്ടീസസ്. സോ എൻ്റെ ക്ലാസ് റൂംസ് അല്ലെങ്കിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്ലാസ് റൂംസ് പറഞ്ഞാൽ നമ്മൾ മോക്സ് ആണ്, സിമുലേഷൻ ലാബ് പോലെയാണ്. നമ്മൾ ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട് ആ സിറ്റുവേഷനിൽ എന്തായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ അതിൽ നിന്ന് കം ഔട്ട് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് നമ്മൾ കൊടുക്കുകയാണ്. ആൻഡ് ദെൻ ദേ യൂസ് ദാറ്റ് ടൂൾ. ഫോർ എക്സാമ്പിൾ, നമ്മൾ കൊടുക്കുന്ന ഒരു സിനാരിയോ ആണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയും. അതായത് ഒരേ ടീമിൽ തന്നെ 2 മെമ്പേഴ്സും കൂടിയിട്ട് ഐഡിയാസ്, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് വരുന്നു. ഡിഫറെൻ്റ് ഐഡിയാസ് വന്നിട്ട് നല്ല അടി, പൊരിഞ്ഞടി. ആസ് എ ടീം ലീഡർ, how would you solve it? Chanchal, how would you solve it? അത് ഞാനും പഠിക്കേണ്ടി വരും. ആ ഇതില്ലേ, അതായത് നമുക്കിപ്പോൾ ചഞ്ചലാണെങ്കിൽ പെട്ടെന്ന് ഓൺ ദ സ്പോട്ട് ആയപ്പോഴത്തേക്കും പോവും. നമ്മുടെ സ്റ്റുഡൻസ് നമ്മൾ അതാക്കുന്നു. അതാണ് ഞാൻ ഉദ്ദേശിച്ച അൺകംഫർട്ടബിലിറ്റി. ഓക്കെ, ഇവിടെ നിന്ന് തന്നെ ക്ലാസ് റൂമിൽ നിന്ന് തന്നെ നിങ്ങൾ ആ അൺകംഫർട്ടബിലിറ്റി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ ആദ്യം നമ്മുടെ എല്ലാവരും റെസ്പോൺസസ് ടു ഫ്രീസ്. ഓക്കെ, വാട്ട് ഷുഡ് ഐ ഡു, എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഹൗ കെൻ ഐ ഹാൻഡിൽ ദിസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഡൗട്ട് അടിക്കലാണ്. ദെൻ വാട്ട് ഡു യു ഡു നെക്സ്റ്റ്? അപ്പോഴാണ് നമ്മൾ കയറി വന്നിട്ട് പറഞ്ഞാൽ, ഓക്കെ, വൈ ഡോണ്ട് യു ട്രൈ ഇറ്റ് ഇൻ ദിസ് വേ, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുക. അല്ലെങ്കിൽ ഇങ്ങനൊരു, ഇപ്പോൾ ചഞ്ചലോട് ഞാൻ പറയും, ഓക്കെ ചഞ്ചൽ, യു ഹാവ് 3 ഓപ്ഷൻസ്. 1 ഓപ്ഷൻ ഇസ് ടു ഇഗ്നോർ ദ ഫൈറ്റ്. 2nd ഓപ്ഷൻ ഇസ് ടു ലിസൺ ടു ബോത്ത് ആസ്പെക്ട്സ് ആൻഡ് ദെൻ ടേക്ക് എ ഡിസിഷൻ. 3rd ഓപ്ഷൻ ഇസ് തമ്മിത്തല്ലു. ഓക്കെ, തമ്മിത്തല്ല്, തല്ലിക്കഴിഞ്ഞിട്ട് നിങ്ങളൊരു സൊല്യൂഷനായിട്ട് എൻ്റെ അടുത്തോട്ട് വാ. ദാറ്റ്സ് എ 3rd സൊല്യൂഷൻ ആയിരിക്കും എന്ന് ഞാൻ ചഞ്ചലിനോട് പറഞ്ഞു കഴിയുമ്പോൾ ചഞ്ചൽ അപ്പോൾ ഡിസൈഡ് ചെയ്യാണ്. ദെൻ യു ഗെറ്റ് ദി opportunity to think and be like, okay, I think I'll go with the first option, or I'll go with the second option or third option.
ചഞ്ചൽ അത് ട്രൈ ഔട്ട് ചെയ്യുന്നു, റൈറ്റ്? യു ട്രൈ ഇറ്റ് Yeah. ഔട്ട്. വർക്ക് പ്ലേസിൽ നമ്മൾ ഈ അറ്റംപ്റ്റും ട്രയലും ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്നറിയോ? ഉം. പാളിപ്പോയാൽ നൈസായിട്ട് പാളും, ഉം. റൈറ്റ്? കയ്യിൽ നിന്ന് പോയാൽ പോയി. ആം, എന്താണെങ്കിലും സക്സസ് ആയാലോ, വാവ് സൂപ്പർ, അത് കൈയടിക്കാൻ ആരും ഉണ്ടാവില്ല. പക്ഷെ ഒന്ന് പാളിപ്പോയാലോ, ചാൻസ് എടുക്കേണ്ടി വരും അങ്ങനെ ഒരു it's a സിറ്റുവേഷൻ. risk, right? Here, what I am telling you guys is, what I am telling everyone who comes for Rise Up is, let's celebrate your mistakes. Mistake aak. Let there be problems, let there be issues. No one cares. കാരണം എന്താ, അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഇവിടെ അങ്ങനെ ഒരു ജഡ്ജ്മെന്റൽ പരിപാടി ഉണ്ടാവില്ല അല്ലേ? സ്കിൽവേഴ്സിറ്റി ഈസ് വെരി പ്രൗഡ് ഓഫ് ദാറ്റ് ആസ്പെക്ട്. ഒരിക്കലും നമ്മൾ സ്റ്റുഡൻസ് നമ്മൾ ജഡ്ജ് ചെയ്യില്ല. സ്റ്റുഡൻസ് പരസ്പരം ചെയ്യുന്നുണ്ടാവില്ല. നോ, ഐ മീൻ ഓഫ് കോഴ്സ് എന്താണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ, ഇംഗ്ലീഷ് എന്നുള്ളൊരു ടോപ്പിക് വരുമ്പോഴത്തേക്കാണ് അവിടെ എല്ലാവരും കൂടി ഒക്കെ വരണമെങ്കിലും, പക്ഷെ എന്നാലും ഐ ക്യാൻ ലൈക്ക് 100% സേ ദാറ്റ് ഓൾ ആർ ഡിപ്പാർട്ട്മെന്റ്സ്, ഓക്കെ, ഞാൻ ഐസെപ്റ്റിന് മാത്രമല്ല പറയുന്നത്, ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും we make sure that we are 100% safe space where students can try out. ഉണ്ടാവട്ടെ, മിസ്റ്റേക്സ് ഉണ്ടായാലല്ലേ പഠിക്കുള്ളൂ. ഇപ്പൊ ചഞ്ചലാണേലും ഞാനാണേലും എന്തൊക്കെ മിസ്റ്റേക്സ് കഴിഞ്ഞിട്ടാ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നല്ലേ, സത്യം. കുറെ കഴിഞ്ഞിട്ടാണ്. നമ്മൾ സ്റ്റുഡൻസ് ട്രൈ ചെയ്യട്ടെ. ഞാനൊക്കെ ഒരു മിസ്റ്റേക്ക് ചെയ്തപ്പോൾ ലൈക്ക് ഐ ഹാവ് ഹാഡ് കോസ്റ്റ്ലി മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റുഡൻസ് ആയിട്ട് ഞാൻ പീപ്പിൾ ഡീൽ ചെയ്യുന്ന റോളിലൊക്കെ നിൽക്കുന്നൊരു വ്യക്തിയായിരുന്നു. അവിടെ എനിക്ക് വന്ന മിസ്റ്റേക്ക് ഹാസ് എഫക്റ്റഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ, has affected a lot of lot of decisions, has affected even my college, the college that I used to work. എഫക്റ്റ് ആയിട്ടുണ്ട്. വൺ മിസ്റ്റേക്ക് ഓഫ് മൈൻ, റൈറ്റ്? ഇവിടെ നമ്മുടെ സ്റ്റുഡൻസിനോട് നമ്മൾ പറയണതാണ്, മിസ്റ്റേക്ക് ഉണ്ടാക്ക്. കമ്മ്യൂണിക്കേഷനിൽ ഗ്രാമർ മിസ്റ്റേക്ക് ആണോ, ഉണ്ടാക്കിക്കോ. ആ വാസിന് പകരം മിസ്സായിപ്പോയോ, ആയിക്കോട്ടെ. അപ്പം നമുക്ക് അത് കാരണം വരുന്നൊരു കോൺസിക്വൻസ് ഉണ്ടാവുമല്ലോ, അത് ഇവിടെ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ആ ഒരു പേടി മാറ്റിയെടുക്കേണ്ട ഒരു അതാണ് നമുക്ക് വേണ്ടത്, റൈറ്റ്? ഇപ്പോൾ എനിക്കൊരു BA ഡിഗ്രി ഉണ്ട്, എനിക്ക് MA ഡിഗ്രി ഉണ്ട്. പക്ഷേ എന്നും പറഞ്ഞ് ഞാനിങ്ങനെ ഇരുന്ന് മിണ്ടാത്തൊരു വ്യക്തിയാണെങ്കിലോ, എൻ്റെ ഡിഗ്രീസ് കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവോ? ഇല്ല. മെയിൻലി നമുക്കൊരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോഴായിരിക്കും ഈ ലാംഗ്വേജ്, ഗ്രാമർ, ഇതൊക്കെ ഏറ്റവും കൂടുതൽ പാനിക് ആവുന്ന ഒരു സിറ്റുവേഷൻ അതായിരിക്കും. ഇന്റർവ്യൂ, നാളെ ഇന്റർവ്യൂ ആണ്, ഇന്നിരുന്ന് പഠിക്കും. സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയേണ്ടത് ഉൾപ്പെടെ നമ്മൾ യൂട്യൂബിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അത് ഞാൻ ജോബിന് മാത്രമല്ല, ഇപ്പൊ ഏതൊരു ഇന്റർവ്യൂവിനാണെങ്കിലും ഐ ലിറ്ററലി ഹാഡ് students from my previous workplaces call me and be like, ma'am, ഇന്റർവ്യൂ ആണ്, എന്താ ഞാൻ പറയണ്ടേ, എന്താ ഞാൻ ചെയ്യണ്ടേ? ഫോർമുല കൊടുത്തിട്ടൊക്കെയാണ് നമ്മളിവിടെ ഓരോ കാര്യങ്ങൾ. എന്ന് വെച്ചാൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഹൗ ടു ഹാൻഡിൽ യുവർ സെൽഫ് ഇൻട്രൊഡക്ഷൻ, അതായത് നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്നത്. ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ ചഞ്ചലെ? ഒരു ടെൻഷൻ എന്തായാലും വരുമല്ലോ. അത് നെർവസ്നെസ്, ഗുഡാ ബാഡാ അറിയില്ല എനിക്ക്. അങ്ങനെ ഞാൻ പൊതുവെ ടെൻഷൻ അടിക്കുന്ന ഒരാളാ. ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ ടെൻഷൻ ആവും. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു നമ്മുടെ പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന് മുൻപേ തന്നെ നമ്മളോട് പറഞ്ഞായിരുന്നു അല്ലേ, എന്നോടും പറഞ്ഞു ചഞ്ചലിനോടും പറഞ്ഞു, ടെൻഷൻ നല്ലതാ, ഇറ്റ്സ് എ ഗുഡ് ടെൻഷൻ. നല്ലതാന്ന് പറഞ്ഞ ടെൻഷൻ നല്ലതാണ്, ഇറ്റ്സ് ഗുഡ്, ഷോസ് ദാറ്റ് യു ആർ റൈറ്റ് എന്നൊക്കെ നമ്മളോട് പറഞ്ഞു തന്നായിരുന്നു. യെസ്, ഇന്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരെയും മൈൻഡിലേക്ക് ടിപ്പിക്കൽ ഒരു ഇമേജ് വരാറുണ്ട്. ഇമേജ് സിമ്പിളാണ്. ഈ ചെയർ ഇങ്ങോട്ട് തിരിക്കെ, ഈ ചെയർ ഇങ്ങോട്ട് തിരിക്കെ, സോഫ മാറ്റി മറ്റേ കറങ്ങണ കസേര ആക്കും, ആൻഡ് ഫോമൽസ് ലൈക്ക് ഇൻസേർട്ട് ഒക്കെ ചെയ്ത് ഫോമൽസ്, പിന്നെ ലൈക്ക് ചഞ്ചൽ ഇസ് ഓൾസോ ഇൻ ഫോമൽസ്, ലോട്ട് ഓഫ് കോൾസ്, ഫയൽസ്, എവറിത്തിങ്. ഐ എം ഓൾസോ ക്യാരിങ് എ ഫയൽ. ഇതാണ് അല്ലേ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ, ഇതാണ് എല്ലാവരും മൈൻഡിലോട്ട് വരുന്ന ഇമേജ്. ഐ എം ആസ്കിങ് എവ്രി വൺ ടു ബ്രേക്ക് ദാറ്റ് ഇമേജ്. സംഭവം സിമ്പിളാണ്, സെയിം സെറ്റപ്പ് ഒക്കെ സെയിം ആയിരിക്കും കേട്ടോ. പക്ഷേ ഇന്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ടെൻഷൻ ഉണ്ടാവും, ഡെഫിനറ്റ്ലി നെർവസ്നെസ് ഉണ്ടാവും, പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് നോട്ട് സംതിങ് ടു ബി എഫ്രെയ്ഡ് ഓഫ്. കാരണം രണ്ടാണ്. ഒന്ന്, കമ്പനി നമ്മളെ ജഡ്ജ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കും കമ്പനീനെ ജഡ്ജ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഇതുവരെ ആരും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ പറയാറുണ്ട്, സ്റ്റുഡൻസ് കേട്ടിട്ടുണ്ടോ എന്നോ. സീരിയസ്ലി, നമ്മളെപ്പോഴും ജോബിന് വേണ്ടിയിട്ട് പോണ ആൾക്കാരായിട്ടാണല്ലോ പോണത്. അപ്പോൾ ഓക്കെ, എന്നെ അവർ ജഡ്ജ് ചെയ്യും, അത് നമ്മൾ അവെയർ ആണ്. അതാണ് ഈ ഒരു ടെൻഷൻ, നെർവസ്നെസ് വരുന്നത്.
തിരിച്ചുള്ള ആലോചന വരില്ല. വരില്ല. നമുക്ക് കമ്പനീനെ ഇങ്ങനെ നോക്കാം. ബിക്കോസ് നമ്മൾ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യമാണ് ആണ്. എന്നുള്ള ഒരു രീതിക്കല്ലേ പോവാ. നമ്മൾ ഇതും മനസ്സിലാക്കണം, നമ്മളും കമ്പനിക്ക് ആവശ്യമാണ്. ഓക്കെ. റൈറ്റ്? ഇപ്പോൾ ചഞ്ചലിനോട് ഞാൻ പറയണേ, ചഞ്ചൽ സാലറി 5,000 സമ്മതിക്കോ? ഇല്ല. എന്ത് ധൈര്യം? ഇല്ല. No, never. സംഭവം സിമ്പിൾ. നമുക്കും കമ്പനീനെ റിജക്ട് ചെയ്യാം. ഓക്കെ. Newsflash, we can reject a company just like how the company can reject us. Only thing that we need to be careful of is, അല്ലെങ്കിൽ we need to build is that കമ്പനി നമ്മളെ റിജക്റ്റ് ചെയ്യേണ്ട കാരണങ്ങളുണ്ടല്ലോ, അതൊരിക്കലും നമ്മുടെ സ്കിൽസ് കാരണമാവരുത്. ഓക്കെ. ദാറ്റ്സ് ഇറ്റ്. അതായത് ഇപ്പോൾ ഓക്കെ, ആ വ്യക്തിയുടെ ടെക്നിക്കൽ നോളജ് കുറവാണ്, അത് നമ്മുടെ ഫോൾട്ടാണ്, റൈറ്റ്? അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല, ദാറ്റ് ഈസ് അവർ ഫോൾട്ട് എന്നും പറഞ്ഞ് അയ്യോ വത്തോ എന്ന് പറഞ്ഞ് നെഞ്ചു തിരിച്ച് കരയേണ്ട ഒന്നും ആവശ്യമില്ല. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ഇറ്റ്സ് ജസ്റ്റ് സംതിങ് ദറ്റ് വി നീഡ് ടു ഇംപ്രൂവ്. കമ്പനിയുടെ തരുന്ന ഫീഡ്ബാക്ക് ഇസ് സംതിങ് ദറ്റ് വി നീഡ് ടു ഇംപ്രൂവ്. ദാറ്റ് ഇസ് നോട്ട് റബ്ബർ സീലിട്ട് ജഡ്ജ്മെൻറ്റ്, ദാറ്റ്സ് ഇറ്റ് ഫൈനൽ ആൻഡ് യു ആർ ഡൺ. അല്ല, ഒരിക്കലുമല്ല. ബട്ട് വി ഫോർഗെറ്റ് ദാറ്റ്. ആണ്. ഒരു കമ്പനിയുടെ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ വി നെവർ തിങ്ക് എന്തുകൊണ്ടാണ് റിജക്ഷൻ. നമ്മൾ അത്രയും പുറകോട്ട് ചിന്തിക്കില്ല. കാരണം എന്താ, റിജക്റ്റ് ആയാലും ഇനിയിപ്പോൾ എന്ത്, ഇനിയിപ്പോൾ തൻ്റെ എനിക്കൊന്നും അറിയണ്ടടോ എന്ന് ചിലവരുടെ മൈൻഡിലൊക്കെ ബിൽഡ് ചെയ്യും. പക്ഷെ ആക്ച്വലി ഇറ്റ് വുഡ് ബി ഗുഡ് ടു നോ വൈ വി ആർ റിജക്റ്റഡ്, ഓക്കെ. സംതിങ് ടു ഇംപ്രൂവ്, അത്രേ ഉള്ളൂ. നമ്മുടെ ഇവിടെ കുട്ടികളെ ഇതിനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടോ? റിജക്ട് ലൈക്ക് അങ്ങനെ ഒരു സിനാരിയോ എപ്പോഴെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ലൈക്ക് നിങ്ങളുടെ ഇപ്പോൾ കമ്പനിയിൽ വന്നു, നിങ്ങൾ റിജക്ട് ചെയ്തു, അപ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിന്? ഓക്കെ, ഇപ്പോൾ ഇതൊക്കെ കാണുന്ന എൻ്റെ സ്റ്റുഡൻസ് ഉണ്ടെങ്കിലുണ്ടല്ലോ, അവർ ഡെഫിനറ്റ്ലി അവർ വെച്ചെത്തി പറയും അയ്യോ മാം അതേ ചെയ്യുന്നുള്ളൂ. അവർക്ക് റിജക്ഷൻ നമ്മൾ 2 തരത്തിലാണ് പ്രാക്ടീസ് കൊടുപ്പിക്കുന്നത് കേട്ടോ. ഒന്ന്, നമ്മൾ ഇവർ സി വിസ് ആയിട്ട് വരുമ്പോഴത്തേക്കുവേ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള സി വിസ് ഒക്കെ നമ്മൾ പല പ്രാവശ്യം റിജക്റ്റ് ചെയ്ത് വിടും. കമ്പനി റിജക്റ്റ് ചെയ്യുന്ന പോലെ തന്നെയുള്ള ഒരു സിമുലേഷനാണ് അത് കൊടുക്കുന്നത്. അപ്രൂവ്ഡ് സി വിസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് നമ്മൾ സി വി കണ്ട് അവസാനം സി വി അപ്രൂവ് ആയി കഴിയുമ്പോഴത്തേക്കുമാണ് അവർ ഇൻ്റർവ്യൂവിലേക്ക് വരുന്നത്. ഓക്കെ. എങ്ങനെയാണോ ഇൻ്റർവ്യൂവിൻ്റെ ഒരു പ്രോസസ്സ്, അതിൻ്റെ പക്ക ഡെമോ നമ്മളിവിടെ സ്കിൽ വേഴ്സിറ്റിയിൽ ചെയ്യുന്നുണ്ട്. ദി എക്സാക്ട് സെയിം, നോ ഡിഫറൻസ്. അത് അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും അവരുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന പാകത്ത് നമ്മളത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ മുന്നിൽ പോയിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ, ആ സാധനമൊക്കെ ഫീൽ ചെയ്യും. സ്റ്റുഡൻസിനാണെങ്കിൽ പോലും നമുക്കറിയണ ടീച്ചറാണ്. ഓക്കെ, മരണ മാമിൻ്റെ മുന്നിലാണ് പോയിരിക്കണേ, ഇനിയിപ്പോൾ എന്താ അതുപോലെ അല്ലല്ലോ വേറൊരാൾ എന്നുള്ളൊരു അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നൂടെ? ഗുഡ് ക്വസ്റ്റ്യൻ. പല പ്രാവശ്യവും നമ്മുടെ സ്റ്റുഡൻസ് ഇത് ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. അതായത് ഓക്കെ, എൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടീച്ചറാണ്, അപ്പോൾ എനിക്ക് ഇവിടെ ഇൻ്റർവ്യൂവിൽ മോക്ക് ഇൻ്റർവ്യൂ എന്നാണ് നമ്മൾ പറയുന്നത്, പ്രാക്ടീസ് ഇൻ്റർവ്യൂസിന് കേട്ടോ. അപ്പോൾ മോക്ക് ഇൻ്റർവ്യൂവിൽ എനിക്ക് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. ഫൈനൽ കമ്പനി ഇൻ്റർവ്യൂ വന്നപ്പോഴത്തേക്കും വേറെ ആൾ സ്റ്റക്കായിപ്പോയി. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നൊരു പ്രാക്ടീസ് എന്താണെന്ന് വെച്ചാൽ അൺഫെമിലിയർ ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ അടുത്താണ് നമ്മൾ കൂടുതലും വിടുന്നത് ഇവരെ. ഓക്കെ. ആൻഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ഇപ്പോൾ ഞാനും ചഞ്ചലും വി ആർ സിറ്റിംഗ് ആൻഡ് ടോക്കിംഗ്, റൈറ്റ്? ഐ ബിലീവ് ഇസ് നോട്ട് എൻ ഇൻ്റർവ്യൂ. നോ. ബട്ട് ഇഫ് ഇറ്റ് ഈസ് എൻ ഇൻ്റർവ്യൂ, അങ്ങനെയാണെങ്കിൽ എൻ്റെ സ്റ്റാൻഡ് ഞാൻ മാറും. അവിടെ ആ സമയത്ത് ചഞ്ചലിനെ എനിക്കറിയാം, എനിക്ക് ലൈക്ക് വി ബിൻ ടോക്കിംഗ് ഫോർ ക്വൈറ്റ് സം ടൈം, അതൊന്നും എൻ്റെ മൈൻഡിലോട്ട് വരില്ല. ഫോർ മീ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം യു ആർ എ കാൻഡിഡേറ്റ്, നത്തിങ് എൽസ്. അതുകൊണ്ട് എൻ്റെ ക്വസ്റ്റ്യൻസ് ആ രീതിയിലായിരിക്കും. ഞാൻ എന്ത് ഇമേജ് ആണോ പ്രൊജക്റ്റ്, ഐ മീൻ എന്താണോ ഞാൻ തരുന്ന വൈബ്, ഒബ്വിയസ്ലി ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയുടെ വൈബും അതുപോലെയാവും. സോ ഇങ്ങനെ സ്റ്റുഡൻസ് ഭയങ്കര പാനിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ട് ഈ മോക്ക് ഇന്റർവ്യൂസിന്. ഡെഫിനറ്റ്ലി ഐ ഹാവ് ഹാഡ് സ്റ്റുഡൻസ് ലൈക്ക്, ഞാനിത് പ്രൗഡായിട്ട് പറയുന്നതല്ല, പക്ഷേ ഐ ഹാവ് ഹാഡ് മൾട്ടിപ്പിൾ സ്റ്റുഡൻസ് കം ആൻഡ് ടെൽ മീ ദാറ്റ് മോക്ക് ഇൻ്റർവ്യൂവിനെക്കാട്ടും വളരെ ഈസി ആയിരുന്നു കമ്പനി ഇൻ്റർവ്യൂ. കമ്പനി ഇൻ്റർവ്യൂവിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, മാമിൻ്റെ ഐസെപ്പിൻ്റെ മോക്ക് ഇൻ്റർവ്യൂ എന്നും പറഞ്ഞ് പല കുട്ടികളും വന്ന് പറയാം. അതുകൊണ്ട് എനിക്കറിയില്ല പ്രൗഡ് ആവണോ, അല്ല കാരണം പ്രൗഡ് ആകാലോ, കാരണം അങ്ങനെ ഒരു Yeah. ടെൻഷൻ കൊടുത്ത് അത് യൂസ്ഡ് ആകുമ്പോഴാണല്ലോ അവർക്ക് മറ്റേത് ഈസി ആവണത്. സംതിങ് ദാറ്റ്. സോ ഞങ്ങൾക്ക് ഒരു സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് എന്നല്ല ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് മക്കൾ എന്നാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ വരുന്ന ഒരു കുട്ടി പോലും, ഒരു കൊച്ചു പോലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ, അതായത് കോഴ്സ് കഴിഞ്ഞ് പാസ് ഔട്ടായി പോകുമ്പോഴത്തേക്കും ഐ എക്സ്പെക്ട് ദം ടു ബി പ്രൊഫഷണൽസ്.
ദാറ്റ് ഈസ് ദ ട്രെയിനിങ് ദാറ്റ് വി ഓൾ ഗിവ്. നമ്മളെല്ലാവരും കൊടുക്കുന്ന ട്രെയിനിങ് ഇസ് ദാറ്റ്. പ്രൊഫഷണൽ ആക്കുക, പിന്നെ Okay. കമ്പനിയിൽ എംപ്ലോയബിൾ ആക്കുക. പ്രൊഫഷണൽ ആക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുക? 4 സ്കിൽസാണ് ഞാൻ എപ്പോഴും പറയുന്നത് കേട്ടോ. ഉം. യു നീഡ് ടു ഹാവ് യുവർ ടെക്നിക്കൽ സ്കിൽസ്, അതായത് ഇൻഡസ്ട്രി നോളജ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഉം. യു നീഡ് ടു ഹാവ് ഗുഡ് സോഫ്റ്റ് സ്കിൽസ്. സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും 2 എക്സാമ്പിൾ പറഞ്ഞു ചഞ്ചലെ, കേൾക്കട്ടെ. ഒന്ന് ഞാൻ പറഞ്ഞു ഇൻഡസ്ട്രി നോളജാണ്, ഉം. രണ്ടാമത്തത് സോഫ്റ്റ് സ്കിൽസ്. എന്താണ് ചഞ്ചലിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലേ, ആ. അത് കുറേ കുട്ടികൾക്ക് ഉണ്ടാവാറുള്ള ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷെ ഞാനിപ്പോൾ കുറച്ച് വാക്കുകൾ പറഞ്ഞ അപ്പം തന്നെ ആ ക്വസ്റ്റ്യൻ മാർക്ക് മാത്രമേ എന്നാണ് കാണിച്ചു തരാമേ, അതുമായിരിക്കും. കാണിച്ചു തരട്ടെ. കമ്മ്യൂണിക്കേഷൻ, ആസ് ഐ സെറ്റ്, Okay. ടീം ബിൽഡിംഗ്, ഉം. ലീഡർഷിപ്പ്, ടൈം മാനേജ്മെന്റ്, ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. കേട്ടിട്ടുണ്ട്. ചഞ്ചലിന്റെ സി വിയിൽ എത്ര എണ്ണം ഉണ്ട് ഇത്? 1-2 ഡെഫിനറ്റ്ലി ഉണ്ടാവും. അതൊക്കെ എഴുതി തള്ളി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ. ആ, അതൊക്കെ സോഫ്റ്റ് അതൊക്കെ സ്കിൽസ്. സോഫ്റ്റ് സ്കിൽ. അല്ല, ശരിക്കും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാത്ത ആൾക്കാരും ഉണ്ടാകും. സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം പേര്. പക്ഷെ ഈ വാക്കുകൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ബൾബ് കത്തുന്ന പോലെ Exactly. എന്നും പറഞ്ഞു വരാറുണ്ട്. നമ്മളിപ്പോഴും സി വി ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴും ഇടുന്ന കുറച്ച് മാൻഡേറ്ററി സാധനമുണ്ട്. ടൈം മാനേജ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ, ഉം. ലീഡർഷിപ്പ് ക്വാളിറ്റി. ഉം. ഇത് 3 മാൻഡേറ്ററി ആയിട്ട് എല്ലാ സി വിയിലും കാണാം. അന്നൊരു കോമഡി പറയട്ടെ, എല്ലാം സി വിയിൽ ഇതിന്റെ ആവശ്യമില്ല. ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചഞ്ചൽ പോകുന്ന റോള്, ഉം. ഓക്കെ, ചഞ്ചൽ പോകുന്ന റോള് ഡോക്യുമെന്റേഷൻ പേർപ്പസസിനുള്ള റോളാണെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷനെക്കാട്ടും കൂടുതൽ വാല്യൂ ഉള്ള വേറെ കുറേ സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്. Okay. ക്രിട്ടിക്കൽ തിങ്കിങ് വേണം, പ്രോബ്ലം സോൾവിങ് വേണം, അനലിറ്റിക്കൽ തിങ്കിങ് വേണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ശരിക്കും ഒരാൾക്ക് എത്ര സി വി വേണം? ഞാൻ പണ്ടും ആലോചിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഒറ്റ സി വി വെച്ചിട്ട് ഇപ്പൊ 10 കമ്പനികളാണെങ്കിൽ ഒറ്റ സി വി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് അതിൽ എനിക്ക് മാറ്റാനൊന്നുമില്ല. അത് ഇതൊക്കെ തന്നെയാണ് എനിക്ക് അവിടെയും പറയാനുള്ളത്. അതായത് പൊതുവെ നമ്മൾ സി വി എന്നെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നൊരു സാധനം സി വിയിൽ എഴുതിയിരിക്കണമൊക്കെ എന്നെക്കുറിച്ചുള്ള സത്യങ്ങളാണ്. അതായത് ഇതാണ് ഞാൻ. താഴെ പണ്ടുണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ് ഡിക്ലറേഷൻ. ആ, ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ദ ഡീറ്റെയിൽസ് ഫർണിഷ്ഡ് അബവ് ആർ ട്രൂ ആൻഡ് ബെസ്റ്റ് ടു മൈ നോളജ്. ഉണ്ടല്ലേ, അതാണ് ആ തലയാട്ട്. ഒക്കെ അല്ല, പോയിട്ടാ പൊതുവെ അങ്ങനെ ഒരു സാധനം ക്ലീശേ. ഉണ്ടായിരുന്നില്ലേ? ഒക്കെ ആ, ക്ലീശയായി. എത്ര സി വി ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ സിമ്പിൾ. ഏത് ജോലിക്കാണോ അപ്ലൈ ചെയ്യുന്നത് ഉം. ആ ജോലിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർ ഓൾറെഡി നമ്മുടെ അടുത്ത് പറയും. ഉം. അത് വെച്ചിട്ടുള്ള സി വി പ്രിപ്പയർ ചെയ്യുക. ഏതൊരു സി വിയും കൊണ്ട് കമ്പനി മൊത്തത്തിൽ സ്പെസിഫിക് പോരുത്. ആയിരിക്കണം, അല്ലാതെ നമ്മൾ സ്പെസിഫിക് ആവരുത് സി വി എന്ന് പറഞ്ഞാൽ. ഓക്കെ. അറിയാത്തവർ പറഞ്ഞു, Yes. നമ്മളെ കാണിക്കാനുള്ളതല്ല സി വി. അല്ല, നമ്മളെ കാണിക്കാനല്ല, എനിക്ക് ഈ ജോബ് റോളിന് എനിക്ക് ഇതൊക്കെ ഉണ്ട് കേട്ടോ എന്ന് എന്ന് പറയുന്ന പറയാൻ വേണ്ടി. പേപ്പറാണ് സി വി, അല്ലാണ്ട് തിരിച്ചല്ല. ഓക്കെ. സോ ആ ഒരു രീതിയിൽ ചിന്തിച്ചു കഴിയുമ്പോഴത്തേക്കും ചഞ്ചൽ അപ്ലൈ ചെയ്ത 10 പൊസിഷൻസ് ഇല്ലേ, 10 പൊസിഷനും 10 സി വി കൊടുക്കേണ്ടി വരുന്നതിനെ വ്യത്യാസപ്പെട്ടത്. പേടിക്കണ്ട, ഞാൻ ഇതൊക്കെ പഠിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നമുക്ക് സി നാളായിട്ടുള്ളൂ. വിനെ കുറിച്ച് തന്നെ ഇപ്പൊ പറയാനാണെങ്കിലും കുറെ ATS ഫ്രണ്ട്ലി ആയിരിക്കണം. അങ്ങനെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പ്ലസ് ഗ്രൂമിങ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഒരു സ്കില്ലാണെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആണല്ലേ? ഗ്രൂമിങ് ഒരു സ്കില്ലാണെന്നുള്ളത്. ഗ്രൂമിംഗ് ഒരു സ്കില്ലാണ്, ബിക്കോസ് ഇറ്റ് കംസ് അണ്ടർ ബ്രാൻഡിങ്. ഗ്രൂമിംഗ് എന്ന് പറയുമ്പോഴേ മെയിൻലി മേക്കപ്പ് ചെയ്യുക എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടോ? മാത്രമല്ല, ഗ്രൂമിംഗ് എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല. ഗ്രൂമിംഗ് ഈസ് ലുക്കിംഗ് പ്രസൻറ്റബിൾ ഫോർ ദ റോൾ ദാറ്റ് യു ആർ റെപ്രസെൻറ്റിങ്. സിമ്പിൾ. ഞാനൊരു HOD എന്നും പറഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട് അല്ലേ. ഇമാജിൻ ദാറ്റ് ഞാനിപ്പോൾ നല്ല കാട്ടിക്ക്, ഓക്കെ, നല്ല രീതിക്ക് ഇങ്ങനെ കണ്ണൊക്കെ എഴുതി നല്ല ജിംക്കൊക്കെ ഇട്ട്, ഓക്കെ, നല്ല അടിപൊളി ജിംക്കൊക്കെ ഇട്ടിട്ട് ഞാൻ വന്ന് മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് ചിക്കാത്ത കോലത്തിൽ, ഓക്കെ, ആൻഡ് ഐ വോൺ ടോൺ ജീൻസ്, ഓക്കെ, കീറിയ ജീൻസും പിന്നെ ഈ സ്ലീവ്ലെസ് ടീഷർട്ടൊക്കെ ഇട്ട് ഞാനിവിടെ വന്നിട്ട് ഹായ് ഐ ആം എൻ HOD എന്ന് പറഞ്ഞാൽ ചഞ്ചൽ എന്നോട് പുച്ഛമായിരിക്കോ അതോ ചഞ്ചൽ എന്നോട് വാവ് എന്നായിരിക്കോ? ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. Of course, option A. Grooming is a skill, is very important. കാരണം ഗ്രൂമിങ്ങിലൂടെ വി ആർ ഷോയിങ് ദാറ്റ് ഹൂ എം ഐ, ഞാൻ ആരാണ്, ഞാൻ എന്താണ്,
അതുമല്ല എനിക്ക് എന്തൊക്കെയുണ്ട് എന്ന് കാണിക്കാൻ ഓക്കെ. സോ ഒരു പെണ്ണ് കാണൽ ചടങ്ങാണ് ഞാൻ എപ്പോഴും പറയുന്നത് കേട്ടോ. സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു ഡയലോഗാണ്. എക്സാമ്പിൾ പിന്നെ പെണ്ണ് കാണൽ ചടങ്ങ്. അപ്പോൾ ചിലവരൊക്കെ വന്നിട്ട് പറയും, മാം പെണ്ണ് കാണലെന്നാണ് ഞാൻ നമുക്ക് അറേഞ്ച് ഇല്ല. വേണ്ട. നമ്മൾ ആദ്യമായിട്ട് ഒരു പെൺകുട്ടീനെയോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടീനെയോ കാണാൻ പോകുന്ന സമയത്ത് വി ഓൾവേസ് ട്രൈ ടു ഷോ ആ ബെസ്റ്റ് സെൽഫ് അല്ലേ? അതെ. നമ്മുടെ ബെസ്റ്റ് സെൽഫ്, നമ്മുടെ ബെസ്റ്റ് ഉടുപ്പ്, നമ്മുടെ ബെസ്റ്റ് ഇത്. കാരണം എന്താ, ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, ഞാൻ ഭയങ്കര സംഭവമാണ്. ആൻഡ് ദെൻ ആസ് വി ഗോ ഓൺ ആൻഡ് ഓൺ ആൻഡ് ഓൺ നമ്മളത് ആ ഇമേജൊക്കെ പൊളിച്ച് തകർത്ത് മാറ്റും. സിമിലർലി ഐ ആം എ സീരിയസ് കാൻഡിഡേറ്റ്. ഐ ആം എ പ്രൊഫഷണൽ. ഐ ആം ഗുഡ് ഇനഫ് ടു ബി ഇൻ ദിസ് ഇൻഡസ്ട്രി എന്ന് കാണിക്കാൻ എക്സ്റ്റേണലി ആണ് ആദ്യം ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഉള്ളൂ അവർ ചോദ്യോത്തര പങ്ക്തികളൊക്കെ തുടങ്ങുന്നുള്ളൂ. അതിന് മുമ്പ് എക്സ്റ്റീരിയർ ആണ്. ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റുഡൻസിനോട് എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇറ്റ്സ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് ടു ബി ഗ്രൂംഡ്. അവർ യൂണിഫോമിലാണ്. അവർ റിഗിലൊക്കെ പോലെ അവർ യൂണിഫോമിലാണ്. അപ്പോൾ അവർക്ക് കുറേ താടി പറ്റത്തില്ല, കുറേ മുടി പറ്റത്തില്ല. കാരണം ഇവർ മെഷീൻ ഹാൻഡ്ലിങ് പൊസിഷൻസ് ആയതുകൊണ്ട് ദേ ഹാവ് ടു ബി വെരി കെയർഫുൾ ദാറ്റ്. മെറ്റൽസ് കുറേ പാടില്ല, ലൈക്ക് മോതിരങ്ങളും കാര്യങ്ങളൊക്കെ. നേരെ മറിച്ച് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ്, ആ വ്യക്തിക്കും ആ സ്റ്റുഡൻറ്റിനും വേണ്ടത് യൂണിഫോമാണ്. ഈ ടാറ്റൂസ് ഇമ്പോർട്ടന്റ് ആണോ? ഓ മൈ Tattoos ഗോഡ്, നോക്കാൻ എനിക്കുണ്ട് ടാറ്റൂസ് ഇമ്പോർട്ടൻ്റ് ആണോ? വെൽ, ടാറ്റൂസ് ആർ എ വെരി കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റ്. ഓക്കെ, വെരി പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കോൺഷ്യസ് ആയതാണ്. വെരി കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ടാറ്റൂസ് ദർ ആർ 2 ടൈപ്സ്. ഒഫെൻസീവും ഉണ്ട്, നോട്ട് സോ ഒഫെൻസീവ് ഉണ്ട്. മിക്ക കമ്പനീസിലും ഈ ടാറ്റൂസ്, ഇപ്പോൾ എസ്പെഷ്യലി MNCസിലൊക്കെ പുറത്തൊക്കെ ടാറ്റൂസ് ഡു നോട്ട് ഡിഫൈൻ എ പേഴ്സൺ എന്ന് പറയാറുണ്ട്. ഓക്കെ, പക്ഷേ അതായത് ഈ ഒരു ടാറ്റു ഉണ്ട്, അതുകൊണ്ട് ഈ വ്യക്തി ഇങ്ങനെയാണ് എന്ന് ഡിഫൈൻ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ ഇപ്പോഴത്തെ ജോബ് മാർക്കറ്റിലൊക്കെ ടാറ്റൂസ് ആർ സംതിങ് ദാറ്റ് വി നീഡ് ടു ബി കെയർഫുൾ ഓഫ്. ടാറ്റൂസ്, പിയേഴ്സിങ്സ്. ഇപ്പോൾ ചില സ്റ്റുഡൻസിനെയൊക്കെ ഞാൻ കാണാറുണ്ട് ഇവിടെ നടുക്ക്, മൂക്കിന് നടുക്ക്. അതൊക്കെ ഇതിൽ കെയർഫുൾ ആവണം. ഓക്കെ. ബിക്കോസ് യു ഗെറ്റ് ബ്രാൻഡഡ് ഇൻ ടു എൻ ഇമേജ്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി ഇങ്ങനത്തെ ഒരു ഇമേജ് ഉള്ള ഒരു ആളാണ്, അപ്പോൾ പിന്നെ മൈറ്റ് ബി എ ബിറ്റ് ടു കാഷ്വൽ ആയിരിക്കാം, ജോബിന് സീരിയസ് ആവണം എന്നില്ല. ലൈക്ക് ഐ ഹാഡ് മൾട്ടിപ്പിൾ കേസസ്. പക്ഷെ അപ്പൊ തന്നെ ഇപ്പൊ ഈ ബാംഗ്ലൂരൊക്കെ ഇപ്പം അവരുടെ ഒരു ഡ്രസ്സിങ് കൾച്ചറൊക്കെ മാറി, ഷോർട്സ് ഇട്ടിട്ടായാലും വരാം, കംഫർട്ടബിൾ ആയാൽ മതി എന്നുള്ളൊരു രീതിയിലൊക്കെ മാറുന്നുണ്ടല്ലോ. അതായത് ഈ കാഷ്വൽ ഫ്രൈഡേ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അത് തന്നെയാണ് കേട്ടോ വരുന്നത്. ബി ആസ് ഫ്രീ ആസ് യു ആർ, ഷോ യുവർ ഐഡൻറ്റിറ്റി എന്നൊക്കെ പറയുന്നത്. ബട്ട് അഗെയിൻ ലെറ്റ് മീ ബി വെരി ഓപ്പൺ ആൻഡ് സേ ദാറ്റ് നമ്മളിപ്പോൾ ഈവൻ ഇഫ് യു വെയർ ഷോർട്സ്, ഈവൻ വെൻ യു വെയറിങ് യുവർ ഷോർട്സും വടവർ, കമ്പനി മാൻഡേറ്റഡ് ആണ്, കമ്പനി സമ്മതിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും ഒരു ക്ലയൻറ്റിന് മുമ്പിൽ നിങ്ങൾക്ക് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കോൺഫിഡൻസിൻ്റെ ഒരു ഇഷ്യൂ വരുമ്പോൾ ഗ്രൂമിങ് ആക്ച്വലി ഹെൽപ്സ്. ഗ്രൂമിങ് ഇസ് ബേസിക്കലി ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് എ ഷീൽഡ് ഓൾസോ എന്ന് ഞാൻ പറയും കേട്ടോ. എനിക്കൊരു പ്രൊട്ടക്റ്റീവ്, എനിക്കൊരു കവചമാണ് സാധനം. അതായത് ഈ ഒരു ഇപ്പോൾ ഞാനിങ്ങനെ ഒരു അറ്റയറിൽ ഞാൻ വന്നിരിക്കുമ്പോഴത്തേക്കും, നേരത്തെ ഞാൻ ചഞ്ചലിനോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഞാൻ മുടി അഴിച്ചിടണോ വേണ്ടയോ എന്നുള്ളത്. അതെ അതെ. അപ്പോൾ ചഞ്ചൽ എന്നോട് പറഞ്ഞ കാര്യം എന്താണ്, കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. മോർ ഓവർ യു ഓൾസോ സെഡ് ദാറ്റ് എൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്. ഇപ്പം മെറീന മാം എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം ചോദിക്കുന്ന കാര്യം അതാണ്, ഈ തലം കെട്ടിയിട്ടുള്ള ദാറ്റ് ഈസ് ആക്ച്വലി ദി ഇമേജ് ദാറ്റ് ഐ വോണ്ട് ടു ഗിവ്, ദാറ്റ് ഐ എം എ പ്രിറ്റി സീരിയസ് പേഴ്സൺ. ഓക്കെ, ഞാൻ എൻ്റെ മുടി കളേർഡ് ആണ്, വോട്ടെവർ ഇറ്റ് ഇസ്, എന്തെങ്കിലും ആയിക്കോട്ടെ. I don't want that aspect to be my defining factor. എൻ്റെ ഹെയർ കളേർഡ് ആണ്, എനിക്ക് ടാറ്റു ഉണ്ട്, അതുകൊണ്ട് HOD കൂളാണ്, ചില്ലാണ്, അതെനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. സോ ദാറ്റ്സ് എ തിങ്. എനിക്കൊരു പ്രൊട്ടക്റ്റീവ് ഇത് വേണം. ഐ നീഡ് പീപ്പിൾ ടു സീ മീ ആൻഡ് ഫീൽ ലൈക്ക് ഓക്കെ ഷീ ഈസ് ഗുഡ് ഇനഫ് ടു ബി റെസ്പെക്റ്റഡ്. ലൈക്ഡ് അല്ല കേട്ടോ, ലൈക്ഡ് ഇസ് ഡിഫറെൻറ്റ്. അത് ഓരോരോ പേഴ്സണൽ ചോയ്സസ്. റെസ്പെക്റ്റഡ്, ഓക്കെ. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഞാൻ പെട്ടെന്നൊരു റാപ്പിഡ് ഫയറിലേക്ക് പോവാം. Done. ഓക്കെ, ദിസ് സോ ദാറ്റ് ചൂസ് ചെയ്താൽ മതി. ഓക്കെ, മെയിൻലി ഇത് ലാംഗ്വേജ് റിലേറ്റഡ് ആയിരിക്കും. റീഡിങ് ഓർ സ്പീക്കിംഗ്? സ്പീക്കിംഗ്. Why? റീഡിങ് എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കും. സ്പീക്കിംഗ് ഐ എം യൂസിങ് ഇറ്റ് ഔട്ട്. ഒരു വെൽ ഓയിൽഡ് മെഷീൻ ആവണം സംസാരം. ഓക്കെ. സ്പീക്കിംഗ്.
ഗ്രാമർ ഫസ്റ്റ് ഓർ ഫ്ലുവൻസി ഫസ്റ്റ്? ഫ്ലുവൻസി ഫസ്റ്റ്. ഗ്രാമർ ഞാൻ ഇപ്പോഴും പറയാണ് റിഡണ്ടന്റ്, അതായത് ഡെഡായി വരുന്ന കോൺസെപ്റ്റാണ്. ഗ്രാമർ ഇസ് ജസ്റ്റ് സ്ട്രക്ചർ. സിമെന്റ് നമ്മൾ ഒരു വീട് ബിൽഡ് ചെയ്യുമ്പോഴത്തേക്കും ബ്ലോക്സിന്റെ ഇടയിൽ നമ്മൾ ഒരു സിമെന്റ് ഇടില്ലേ, അതുപോലത്തെ കൺസ്ട്രക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഗ്രാമർ. ഗ്രാമർ മോശമാണെന്നല്ല ഞാൻ ഒരിക്കലും പറയുന്നത്, പക്ഷെ ഗ്രാമർ ഇസ് ഫ്ലൂയിഡ്, കീപ്സ് ചേഞ്ചിങ്. സോ ഫ്ലുവൻസി ഫസ്റ്റ് ഡെഫിനറ്റ്ലി. ക്ലാസ് റൂം ലേണിംഗ് ഓർ സെൽഫ് ലേണിംഗ്? ബോത്ത് ഐ സേ ബോത്ത്. സെൽഫ് ലേണിംഗിൽ മോട്ടിവേഷൻ കുറഞ്ഞു പോയാൽ അത് നിന്നു പോകും. ക്ലാസ് റൂം ലേണിംഗ് മാത്രമായാൽ അതിൽ മാത്രം ഒതുങ്ങിപ്പോവും, ലിമിറ്റഡ് ആയി പോകും. സോ യു നീഡ് ബോത്ത്. ഓക്കെ. ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഓർ അമേരിക്കൻ ഇംഗ്ലീഷ്? ഞാൻ ആലോചിക്കായിരുന്നു എന്തായി ക്വസ്റ്റ്യൻ വരാത്തത്. ഓക്കെ, കോമൺ ആയിട്ട് നമ്മളെല്ലാവരുടെയും എക്സ്പോഷർ കൂടുതലും ഉള്ളത് അമേരിക്കൻ ഇംഗ്ലീഷാണ്. യാ, ഭയങ്കര കോമൺ ആയിട്ട്. കാരണം എന്താന്ന് വെച്ചാല് നമ്മള് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അല്ലേ ഇപ്പൊ പറയാ? ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഒക്കെ പോയാച്ച് പയ്യെ അൺഫോർച്ചുനേറ്റ്ലി ഐ സേ. കാരണം എന്ന് വെച്ചാല് ബ്രിട്ടീഷ് ഇംഗ്ലീഷിന്റെ ആക്സെന്റ് ആണ് സൂപ്പറും ഈസിയും. ഈ കുറച്ച് നീട്ടിച്ച്, കുറച്ച് ലോങ് ആയിട്ട് ഡ്രോളിംഗ് എന്ന് പറയും അതിനെ, അങ്ങനെ നീട്ടിച്ചൊക്കെ പറയുന്നതാണ് അമേരിക്കൻ ആക്സെന്റ്. നമ്മൾ കാണുന്ന TV ഷോസ്, സിനിമാസ്, ഹോളിവുഡ്, ഇതെല്ലാം അമേരിക്കൻ ആണ്, ഇറ്റ്സ് നോട്ട് ബ്രിട്ടീഷ്. അതുകൊണ്ട് നമ്മുടെ കൂടുതൽ എക്സ്പോഷർ ഇപ്പം മെക്ഡോണൽഡ്സ്, KFC, സബ്വേ, റൈറ്റ്, ഇതൊക്കെ എല്ലാം അമേരിക്കൻ ഇൻഫ്ലുവൻസസ് ആണ്. ഓക്കെ, ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസസ് കുറവാണ് നമുക്ക്. ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഭയങ്കര കുറവാണ്. ചില സീരീസുകൾ മാത്രം, ഗെയിം ഓഫ് ത്രോൺസ് എന്നൊക്കെ പറയുന്ന 1-2 സീരീസ്, ചില മൂവീസ് മാത്രം ബ്രിട്ടീഷ് ഇംഗ്ലീഷ് കാണാറുള്ളൂ. സോ വാട്ട് ഈസ് ബെസ്റ്റ്, ഈസി ടു ലേൺ, ഐ സേ ഇസ് ബ്രിട്ടീഷ്. പക്ഷെ നമുക്ക് കൂടുതലും നമ്മുടെ എക്സ്പോഷർ കൂടുതലും ഉള്ളത് അമേരിക്കൻ ആണ്. ഓക്കെ. കറക്റ്റ് ആക്സെന്റ് ഓർ ക്ലിയർ സ്പീച്ച്? ക്ലിയർ സ്പീച്ച്. വേണമെങ്കിൽ എനിക്ക് ഈ പോഡ്കാസ്റ്റ് ഈ ഒരു ആക്സെന്റ് വെച്ച് സംസാരിക്കാം, റൈറ്റ്? എല്ലാവർക്കും അത് മനസ്സിലാവണം എന്നുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ വ്യക്തമായിട്ട് ആക്സെന്റ് ആക്സെന്റിന്റെ ഇൻഫ്ലുവൻസ് ഇല്ലാണ്ട് ഞാൻ സംസാരിക്കുമ്പോഴാണ് കാര്യം ക്ലിയർ ആവുന്നത്. സോ യാ. ഓക്കെ. ഫോർമൽ ഇംഗ്ലീഷ് ഓർ കാഷ്വൽ ഇംഗ്ലീഷ്? നേരത്തെ സംസാരിച്ച ടോപ്പിക്കുമായിട്ട് ഇത് കണക്റ്റഡ് ആണ്. ജെൻസി ലാംഗ്വേജ് ഒക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ ഫോർമൽ ഇംഗ്ലീഷ്, കാഷ്വൽ ഇംഗ്ലീഷ്. വൈ ഡോണ്ട് വി സ്റ്റാർട്ട് വിത്ത് കാഷ്വൽ ഇംഗ്ലീഷ് ഫസ്റ്റ്, നോട്ട് ജെൻസി ഇംഗ്ലീഷ്? പ്ലീസ് don't give me riz and drip and all that. അതൊന്നും എനിക്കേ മനസ്സിലാവണം, എനിക്ക് ഇരുന്ന് പഠിക്കണത്. ബട്ട് കാഷ്വൽ ഇംഗ്ലീഷ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, വേർ ദർ ഇസ് നോ പ്രഷർ ഫോർ ഗ്രാമർ എന്നും പറഞ്ഞ് ഇങ്ങനെ സ്റ്റക്ക് ആവേണ്ട ആവശ്യമില്ലാണ്ട്. ആദ്യം കാഷ്വൽ ഇംഗ്ലീഷ് നമുക്ക് കംഫർട്ടബിൾ ആയി കഴിയുമ്പോൾ പയ്യെ നമുക്ക് ഫോർമൽ ആസ്പെക്റ്റുകൾ കയറ്റാം. ഈ കാഷ്വൽ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ അതിനൊരു സ്റ്റാർട്ടിങ് കൊടുക്കാൻ പറ്റുക? ഓക്കെ, what's your name? I'm Chanchal. What is your name? കൺഫ്യൂഷൻ ആയില്ലേ? ഞാൻ ഉദ്ദേശിച്ചത് ക്വസ്റ്റ്യനിലാണ്. വാട്ട്സ് യുവർ നെയിം, അത് ആക്ച്വലി കാഷ്വൽ ആണ്. വാട്ട് ഈസ് യുവർ നെയിം, ഇറ്റ്സ് ഫോർമൽ. സോ അതാ ഞാൻ പറഞ്ഞത്, മറ്റേതിനകത്ത് ഗ്രാമർ ഫിക്സ്ഡ് ഇല്ല. വാട്ട്സ് യുവർ നെയിം, അതിപ്പോൾ ഞാനിപ്പോൾ ചോദിക്കുകയാണ് ചുമ്മാ വാട്ട് യുവർ നെയിം എന്ന് ഞാൻ ചോദിച്ചാലും കാര്യം സെറ്റാണ്, കാഷ്വൽ ആണ്. മറ്റേതിനകത്ത് ഗ്രാമർ ആണ് കൂടുതലും. സോ വൈ ഡോണ്ട് വി സ്റ്റാർട്ട് ഈസിലി? ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷ് ഓർ റിയൽ ലൈഫ് ഇംഗ്ലീഷ്? റിയൽ ലൈഫ് ഇംഗ്ലീഷ്. ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷ് ഉണ്ട്, കാര്യമില്ല. ഫ്ലുവൻസി വിത്ത് മിസ്റ്റേക്സ് ഓർ സൈലൻസ് വിത്ത് പെർഫെക്ഷൻ? ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു കാര്യം എന്താണ് ചഞ്ചൽ? മിസ്റ്റേക്സ് ആണ് ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി. സോ അതുകൊണ്ട് പ്ലീസ് 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 വിത്ത് മിസ്റ്റേക്സ് ഉള്ള ഏത് ഓപ്ഷനാണോ പോരട്ടെ, മറ്റത് പയ്യെ നമുക്ക് സെറ്റ് ആയിക്കോളും, വഴിയെ വന്നോളൂ. 1-to-1 conversation or group discussion? ഡിപ്പെൻസ് ഓൺ യുവർ നീഡ്. ഓക്കെ, ഇപ്പം എൻ്റെ നീഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം, എനിക്ക് 4 ആളുടെ മുമ്പിൽ സംസാരിക്കാൻ പറ്റണം എന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ സേ ഗോ ഫോർ ഗ്രൂപ്പ് ഡിസ്കഷൻസ്. പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സണൽ കോൺവെർസേഷൻ സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യണം, എൻ്റെ ലാംഗ്വേജ് ഫ്ലുവൻസി എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്നാണെങ്കിൽ, എൻ്റെ ലാംഗ്വേജ് യൂസേജ് ഇമ്പ്രൂവ് ചെയ്യണം എന്നാണെങ്കിൽ then I'll definitely say please go for 1-to-1 conversations. Okay. Online speaking or offline? What do you think will be more? Offline.
ഡെഫിനിറ്റ്ലി. ആൻഡ് വൈ ഡു യു സേ ദാറ്റ്? എനിക്കറിയില്ല. ഞാൻ ഓൺലൈനിൽ നമുക്കെപ്പോഴും ലൈക്ക് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കണത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ സംസാരിക്കണത് ഓക്കെ എനിക്കറിയാം കറക്റ്റായിട്ടല്ല ഞാൻ പറയണത്. പക്ഷെ അതിനെ കറക്റ്റ് ചെയ്ത് തരുമ്പോൾ ഓക്കെ എന്നുള്ളൊരു ഫീല്. ബട്ട് നമ്മൾ മറ്റേ ഡയറക്റ്റ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അറിയാതെ പോലും എവിടെയോ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിപ്പോവും. അബ്സല്യൂട്ട്ലി റൈറ്റ്. പെർഫെക്റ്റ് ആണ് അത് പറഞ്ഞ ആൻസർ. അതിൻ്റെ കൂടെ തന്നെ ഓൺലൈനിലെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കുറേ ഷോർട്ട് ഫോംസ് ഉപയോഗിക്കും. നേരത്തെ പറഞ്ഞ ആ ഹെലോ കേസും അതെ അതെ അതുപോലെ തന്നെ എന്താ ഈ ഓക്കേക്ക് പകരം കെ. ഓക്കെ. എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള സാധനം അത്. ഈ കെ പരിപാടി. ലൈക്ക് എനിക്ക് പണ്ട് എൻ്റെ ടീച്ചർ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ ഇംഗ്ലീഷാണ് പഠിച്ചത്. ബട്ട് സ്റ്റിൽ അപ്പോൾ ആൻസർ ഷീറ്റിൽ ഒരു പ്രാവശ്യം ഇത് വന്നിട്ടുണ്ടായിരുന്നു. അത് അവിടെ ക്ലാസ്സിലിരുന്ന് വായിച്ചു. ഈ അന്നും എഴുതുമല്ലോ ഈ ഷോർട്ട് എഴുതുമല്ലോ. ആ എഴുതുന്നതിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കോൺവെർസേഷൻ എന്തോ എഴുതിയതാ. അതിൽ ഹെലോ HLO. ദൈവം അനുഗ്രഹിക്കട്ടെ. അല്ല എൻ്റെ അല്ല, ഓ ലൈക്ക് എൻ്റെ അല്ല, താങ്ക് ഗോഡ് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. എൻ്റെ അല്ല. നമുക്ക് പക്ഷെ അങ്ങനെ ഒരു Of നമ്മൾ course, ഇത് ഭയങ്കരമായിട്ട് അയ്യോ, ചെയ്തിട്ട് ഞാൻ എന്തോരം യൂണിവേഴ്സിറ്റി പേപ്പേഴ്സ് ആണെന്നറിയോ കറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ മംഗ്ലീഷിലും വന്നിട്ടുണ്ട്, അതേപോലെ തന്നെയാണ് മറ്റേ ഷോർട്ട് ഫോം ഷോർട്ട് ഭയങ്കര ഫോംസ്. അപ്പോൾ അത് ഓൺലൈൻ സ്പീക്കിംഗ് കാരണമാണ്. മറ്റേത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ എന്ന് ടൈപ്പ് ചെയ്യാൻ നമുക്ക് മടിയാ. OKAY ആലോചിക്കുക പോലും വേണ്ട. പക്ഷേ കെ ഈസി. എൻ്റെ അനിയത്തി ചെയ്യുന്നൊരു പരിപാടിയാണ് കെ 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 കെ. എന്തുദ്ദേശം? ഞാനപ്പോൾ എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഞാൻ പറയും കെ 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 എന്ന് പറയുമ്പോഴത്തേക്ക് ആള് പറയും എന്തേ പറഞ്ഞു? നമ്മൾ ടൈപ്പ് ചെയ്തത് ദിസ് തിങ്. ഓൺലൈൻ സ്പീക്കിംഗ് ഇസ് നോ. ഓഫ്ലൈൻ പ്ലീസ്. എക്സാം ഇംഗ്ലീഷ് ഓർ കരിയർ ഇംഗ്ലീഷ്. ഞാൻ എന്തിനാ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതെനിക്ക് മനസ്സിലായിട്ടില്ല ആ ചോദ്യം. ബട്ട് ഇഫ് യു ഹാവ് ലൈക്ക് ഗൺ പോയിന്റിൽ, അതായത് ഇങ്ങനെ തോക്ക് വെച്ചിട്ട് എൻ്റെ അടുത്ത് പറ എന്ന് പറഞ്ഞാണെങ്കിൽ ഞാൻ പറയും കരിയർ ഇംഗ്ലീഷ്. ഡെഫിനറ്റ്ലി ഓക്കെ, മേ ബി എനിക്ക് തോന്നുന്നു എക്സാം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ബുക്കിലുള്ളത് പഠിക്കുക, സ്പിറ്റ് ചെയ്യുക എന്നുള്ളൊരു സാധനം ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ചോദിച്ച ആള് തന്നെ എന്നോട് അല്ല ക്വസ്റ്റ്യൻ എനിക്ക് അല്ല ആക്ച്വലി അങ്ങനെ ഒരു സാധനം ഇല്ലേ. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം മാത്രം, ലൈക്ക് എനിക്കിപ്പോഴും എനിക്ക് പല കാര്യങ്ങളും അറിയില്ല. സീരിയസ്ലി അത് മേ ബി പഠിക്കണതിൻ്റെ എല്ലാം ഉണ്ട്, എഫേർട്ട്, സെൽഫ് എഫേർട്ടും ഞാനും ഉണ്ട് കാര്യങ്ങളൊക്കെ കൂടെ, ഉണ്ട്. don't worry. പക്ഷെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ എന്തായിക്കോട്ടെ പഠിച്ചിട്ട് അത് അങ്ങനെ കൊണ്ടുപോയി സ്പിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും ഈ എക്സാമിനൊക്കെ യൂസ്ഫുൾ ആകാൻ, മാർക്ക് കിട്ടാൻ ഏറ്റവും അടിപൊളിയായിട്ടുള്ളത്. എക്സാമിന് നമുക്ക് എല്ലാവർക്കും ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഓക്കെ, എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ പേജ് കണക്കിന് എഴുതും. ഒരു കുഴപ്പമില്ല. പേജിന് മാർക്ക് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ആ. പിന്നെ ഒരു 20 പേജിന് പേജ് ഒരു മാർക്ക് എടുത്താൽ കിട്ടിയേനെ. വാവ്. അയ്യോ, എൻ്റെ അസൈൻമെൻ്റ് ഒക്കെ ഞാൻ PG ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്തത്. അവിടെ 100 പേജാണ്, 100 പേജ് വേണം ഒരു ആൻസറിന് പറഞ്ഞു. അപ്പോൾ ആകെ 5 ക്വസ്റ്റ്യനേ ഉണ്ടായിരുന്നുള്ളൂ. ഭാഗ്യം 500 പേജ്. അപ്പോൾ ഞാൻ ബണ്ടിൽ കണക്കിന് ഇത് ആൻഡ് ഹാൻഡ് റിട്ടൺ ആയിരുന്നേ. അപ്പോൾ പക്ഷെ എന്താ എഴുതുക 100 പേജിന്? അപ്പം നമ്മൾ ഈ സ്റ്റോറി തന്നെ ചന്നം ഭിന്നം തന്നം ഭിന്നം എഴുതിക്കൊണ്ടിരുന്നേച്ചു. എക്സാം ഇംഗ്ലീഷ് ഐ ബിലീവ് ഇസ് ദാറ്റ് നമ്മൾ ടോപ്പിക്കിനനുസരിച്ച് പഠിച്ചതിനനുസരിച്ച് ടെക്സ്റ്റ് ബുക്കായിട്ട് നമ്മൾ ഇതാക്കും. കരിയർ ഇംഗ്ലീഷ് വേർ മൈ ഫോക്കസ് ഇസ് ഓൺ മൈ ജോബ്. എനിക്ക് എൻ്റെ ഇൻഡസ്ട്രി റിലേറ്റഡ് ആണ്. ദാറ്റ്സ് വാട്ട് ഐ അണ്ടർസ്റ്റുഡ്. ഇൻഡസ്ട്രി റിലേറ്റഡ് ആണ്, ഇൻഡസ്ട്രി ഇതായിട്ട്. സോ ഐ തിങ്ക് ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ എനിക്ക് ഓൾറെഡി അറിയാം, എന്നാലും ചോദിക്കാം. കോൺഫിഡൻസ് ഓർ വൊക്കാബുലറി? ഇത് നമുക്ക് ഓഡിയൻസിനെ കൊണ്ട് ചോദിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഓഡിയൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്തോ. കോൺഫിഡൻസ് ആണോ വൊക്കാബുലറി ആണോ? വിൻ ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ എക്സാം ഇംഗ്ലീഷിൽ വന്ന് നിൽക്കണോണ്ട് ചോദിക്കുകയാണ്. 2 ഓപ്ഷൻ, ആവശ്യത്തിന് പഠിക്കുക അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ പഠിക്കുക. ഏതാ പ്രിഫർ ചെയ്യണേ? ഐ തിങ്ക് ആവശ്യത്തിന് പഠിക്കുകയാണ് ബെറ്റർ. എല്ലാം കാരണം ആവശ്യമുള്ളപ്പോൾ പഠിക്കുന്നതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ സ്ട്രെസ് ഉണ്ട്. ടൈം ലിമിറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ ആ നീഡ് എത്തണമല്ലോ. അപ്പം നമ്മളെ പുറത്ത് തന്നെ സ്ട്രെസ് വെച്ച് പ്രഷർ വെച്ച് പഠിക്കണം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആ സത്ത്, ദ സോൾ ഓഫ് ദ വട്ട് എവർ വി ആർ സ്റ്റഡിങ് മിസ് ഔട്ട് ആവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ആവശ്യത്തിന് ആവശ്യത്തിന് പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പേസ് ഉണ്ട്, കുറച്ച് സ്വസ്ഥത, കുറച്ച് സമാധാനം, റിലാക്സ് ചെയ്ത് ഓരോ
ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ക്രോസ് ചെയ്ത് എല്ലാ ആസ്പെക്റ്റും ക്ലിയർ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്. ഓക്കെ. എന്നാ പക്ഷെ കോമഡി പറയട്ടെ ചഞ്ചൽ, നല്ല ക്വസ്റ്റ്യനാ. കാരണം എന്താണെന്നറിയോ, ഞാൻ രണ്ടാമത്തെ കാറ്റഗറിയാ. ആവശ്യമുള്ളപ്പോൾ പഠിക്കുക. യാ യാ ഞാൻ ആ കാറ്റഗറിയാ. പക്ഷെ ഞാൻ എപ്പോഴും എന്നോട് പറയുന്നൊരു കാര്യമാണ്, ആവശ്യത്തിന് ഡെയിലി പഠിച്ചായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് ജീവിക്കാറ്. ഇതിപ്പോൾ ആ പരീക്ഷയുടെ ടൈം ആകുമ്പോൾ, ഇപ്പം ഞാൻ പരീക്ഷ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, അയ്യോ പഠിക്കണമല്ലോ. ഇപ്പം തന്നെ ഞാൻ എനിക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ഞാനത് കുറച്ച് നാളായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ഞാൻ അന്നേ തുടങ്ങിയായിരുന്നെങ്കിൽ ഇപ്പോഴത്തേക്കും അതിൻ്റെ ഒരു കംപ്ലീഷൻ സ്റ്റേജ് എത്തിയേനെ. ഇപ്പം ഇനി എനിക്ക് 3 മാസം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യണമെന്നായിട്ടുണ്ട്. എനിക്ക് ഞാൻ തന്നെ വെച്ചിരിക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ടല്ലോ, ഒരു ആവശ്യമില്ലാത്തതായിരുന്നു. ബട്ട് യാ, വാട്ട് ടു ഡു. ഓക്കെ. സോ അത്രയൊക്കെയാണ്. നമ്മൾ ലാംഗ്വേജ്, ഇന്റർവ്യൂ, ഗ്രൂമിങ് തുടങ്ങി ഒരുപാട് മേഖലകൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചാടി സംസാരിച്ചു. ആൻഡ് ഇറ്റ് വാസ് സച്ച് എൻ ഓണർ ടു ടോക്ക് ടു യു, സച്ച് എ പ്ലഷർ ടു ടോക്ക് ടു യു. താങ്ക് യു. ഇനിയും ഇങ്ങനെ എനിക്കൊരു ഫോറം കിട്ടുമോ എനിക്കറിയില്ല, ബട്ട് ഇറ്റ് വാസ് സോ നൈസ് ടു ടോക്ക് ടു യു ആൻഡ് എനിക്ക് ഐ ഫെൽ വെരി കംഫർട്ടബിൾ വിത്ത് യു. സോ താങ്ക് യു ഫോർ മേക്കിംഗ് മീ ഫീൽ കംഫർട്ടബിൾ. എൻ്റെ ഒരു കംഫർട്ട് സോൺ എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയത് വൺ ഓഫ് ദി മേജർ റീസൺ ഇസ് യു. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് യാ, ഐ ഹോപ്പ് ടു ഇനിയും ഉണ്ടാകും. പിന്നെ ഇതുണ്ടാവുമെന്ന് ഇതല്ലെങ്കിൽ വേറെ ഒന്നായിട്ടുണ്ടാകും. let's hope for the best. But yeah, it was very, 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 very fun talking with you. Thank you so much. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്.